സോ നമുക്ക് ഐഗൺ വാല്യൂ കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇക്വേഷൻ 3 അല്ല, ഇക്വേഷനല്ല, പ്രോബ്ലം 3 അല്ല. പ്രോബ്ലം 3ൽ പറയുന്നത് ദ ഐഗൺ വാല്യൂ ഓഫ് മെട്രിക്സ് ആർ ഗിവൺ ബൈ എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? സോ ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇത് എ മാറ്റിയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം. സോ ഇതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ളൂ. ജസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞുതരാം, കാരണം ഇത് സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഐഗൺ വാല്യൂ ഓഫ് മെട്രിക്സ് കാണാനാണ്. സോ എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ എ എന്നുള്ളത് തന്നിട്ടുള്ള മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെ എടുത്തെഴുതി മൈനസ് ലാംഡ ഐ അല്ലേ. ഐ എന്നുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 1 ഇങ്ങനെ വരുന്നതാണല്ലോ. അപ്പോൾ അതിനെ ലാംഡ എന്നുള്ള ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്നെഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ഡയറക്റ്റ് ഇതിനെ മൈനസ് ചെയ്യുന്നു. 1 മൈനസ് ലാംഡ, ഓക്കെ, 0 മൈനസ് 0 0, 2 മൈനസ് 0 0 0, 1 മൈനസ് ലാംഡ 1 മൈനസ് ലാംഡ, 0 മൈനസ് 0 0, അതേപോലെ 2 മൈനസ് 0 2, 0 മൈനസ് 0 0, 1 മൈനസ് ലാംഡ 1 മൈനസ് ലാംഡ. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് അല്ലേ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. So this is the equation for solving this problem. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കാണുന്ന പോലെ അല്ലേ. ഫസ്റ്റ് ഇത് ഐ ജെ കെ എന്നുള്ള ടേമിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ടേമിൻ്റെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റോ ഈ ഒരു കോളം ഇത് രണ്ടും മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ എഴുതി. ഓക്കെ, 1 മൈനസ് ലാംഡ ഇൻറ്റു ഈ ഒരു ടേം അല്ലേ, മൈനസ് 0 ഇൻറ്റു 0 0, പ്ലസ് ഇനി 0 എന്നുള്ളതിനെയാണ് നമ്മൾ ഗുണിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് 0 ആണ് വരുന്നത്. അപ്പോൾ 0 ഇൻറ്റു 1 മൈനസ് ലാംഡയും 0 ഇൻറ്റു 2 0 ആയി പോകും. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. സോ മൂന്നാമത്തെ ടേം 2 അല്ലേ. ഈ ഒരു റോയും ഈ ഒരു കോളം മാറ്റി നിർത്തി നമ്മൾ ഗുണിക്കുമ്പോൾ ഇത് 0 ആണ്. മൈനസ് 2 ഇൻറ്റു 1 മൈനസ് ലാംഡ. ഓക്കെ, അങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ സ്ക്വയർ അല്ലേ. ഈ മൈനസ് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ മൈനസും പ്ലസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉത്തരം തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഈ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് നമ്മൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ മെട്രിക്സിലെ വാല്യൂ മാറ്റിയിട്ട് നമ്മൾ ചെയ്തു നോക്കാം. അല്ലെങ്കിൽ മറ്റ് പ്രോബ്ലംസ് ഇതേ മോഡലിൽ നമ്മൾ ഒരുപാട് ചെയ്ത് നോക്കിയാൽ നമ്മളതിൽ പ്രാക്ടീസ് ആവും. അപ്പോൾ നമുക്ക് എറർ വരുന്ന ചാൻസ് കുറയും. അപ്പോൾ നമ്മൾ എക്സാം ഹാളിലാണ് ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ചിട്ട് പോകണം, എന്നാലേ നമുക്ക് എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണല്ലേ, ഈ ഒരു സ്റ്റെപ്പാണ് അല്ലേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തു അല്ലേ, ഇതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. സോ 1 മൈനസ് ലാംഡ അല്ലേ, ഈ ഒരു ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു 1 അല്ലേ. ഇത് എ മൈനസ് ബി അല്ലേ, ഹോൾ സ്ക്വയർ എന്നുള്ള ടേമാണ് അല്ലേ. അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ 1 എന്നുള്ള ടേം വരും. സോ അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടും. നമ്മളിതൊക്കെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2 ഇത് വെച്ചിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ലാതെ നമുക്കിതെങ്ങനെ ചെയ്യാം, അതായത് ഈ രണ്ട് ടേംസ് അല്ലേ, ഇതിൻ്റെ ഘടകമാണെന്ന് അല്ലേ, ഈ ഒരു ഇക്വേഷൻ്റെ ഘടകമാണ് ലാംഡ മൈനസ് 3യും ലാംഡ പ്ലസ് 1ഉം. ഓക്കെ, ഇത് ഈക്വൽ ടു 0 നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മൈനസ് 3യും പ്ലസ് 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേം കിട്ടണം, -3 കിട്ടണം. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണ്. -3 + 1 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്?
-2 ആണ്. ആ ഒരു ടേം ഇവിടെയും വരണം. ആ ഒരു രീതിയിൽ വരുന്നതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ലാംഡ -3യും ലാംഡ +1 ആണ് വരിക ഇതിനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഘടകമാക്കാൻ പറ്റുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ =0. അപ്പോൾ 0 ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാംഡയുടെ വാല്യൂ ഇവിടെ 1 ആയ 0 കിട്ടും, അല്ലേ? ഇവിടെ 3 ആണെങ്കിൽ 0 കിട്ടും. ഇവിടെ -1 ആണെങ്കിൽ -1 + 1 എന്ന് പറയുന്നത് 0. അപ്പോൾ ഇത് മൊത്തത്തിൽ 0 ആയിട്ടും നമുക്ക് 0 കിട്ടും. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലാംഡ = 1, ലാംഡ = 3, ലാംഡ = -1 ആണ് കേട്ടോ. ലാംഡ = -1. ദിസ് ഈസ് ദ ഐഗൺ വാല്യൂ ഓഫ് ദിസ് മെട്രിക്സ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1, 3, -1. ഓക്കെ.